Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. ഈ കഥയുടെ തലക്കെട്ട് ദ പ്രീസ്റ്റ് ആൻഡ് ദ കാവ്സ്. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായും പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. വൺസ് അപ്പോൺ എ ടൈം, പണ്ടൊരിക്കൽ, ദർ വാസ് എ പ്രീസ്റ്റ് നെയിംഡ് ആൽബർട്ട്. ദർ വാസ് എന്നാൽ ഉണ്ടായിരുന്നു, എ പ്രീസ്റ്റ് ഒരു പ്രീസ്റ്റ് എന്നാൽ പുരോഹിതൻ, പള്ളിയിലെ അച്ഛൻ, ഇതൊക്കെയാണ് അർത്ഥം. നെയിംഡ് എന്നാൽ പേരുള്ള, ആൽബർട്ട് എന്ന് പേരുള്ള ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു, പണ്ടൊരിക്കൽ ഉണ്ടായിരുന്നു. ഹി ലിവ്ഡ് ഇൻ എ സ്മോൾ വില്ലേജ്. അദ്ദേഹം ജീവിച്ചിരുന്നത് ഇൻ എ സ്മോൾ വില്ലേജ്, ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു. ആൽബർട്ട് ഏൺഡ് ഹിസ് ലിവിങ് ബൈ പെർഫോമിംഗ് വേർഷിപ്പ്. ആൽബർട്ട് സമ്പാദിച്ചിരുന്നത് ഹിസ് ലിവിങ്, അദ്ദേഹത്തിന് ജീവിക്കാനുള്ള വക കണ്ടെത്തിയിരുന്നത് ബൈ പെർഫോമിംഗ് വേർഷിപ്പ് എന്നാൽ ആരാധന, പെർഫോം എന്നാൽ നടത്തുക, ആരാധനകൾ നിർവഹിച്ചുകൊണ്ട്, ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ജീവിക്കാനുള്ള വക കണ്ടെത്തിയിരുന്നത്. ഹി പെർഫോംഡ് വേർഷിപ്പ് ഇൻ ദ ലോക്കൽ ചർച്ച് ആൻഡ് വേറെവർ ഹി വാസ് കോൾഡ്. ഹി പെർഫോംഡ് വേർഷിപ്പ്, അദ്ദേഹം ആരാധന നടത്തിയിരുന്നത് ഇൻ ദ ലോക്കൽ ചർച്ച്, ചർച്ച് എന്നാൽ പള്ളി, നാട്ടിലുള്ള പള്ളികളിലായിരുന്നു. ആൻഡ് വേറെവർ ഹി വാസ് കോൾഡ്, വേറെവർ എന്നാൽ എവിടെയാണോ അവിടെ എന്നുള്ള അർത്ഥമാണ്. ഹി വാസ് കോൾഡ്, അദ്ദേഹത്തെ വിളിക്കപ്പെട്ട. ഹി പെർഫോംഡ് വേർഷിപ്പ്, അദ്ദേഹം ആരാധനാ കർമ്മങ്ങൾ നടത്തി. ഇൻ ദ ലോക്കൽ ചർച്ച്, നാട്ടിലുള്ള പള്ളികളിലും. ആൻഡ് വേറെവർ ഹി വാസ് കോൾഡ്, അദ്ദേഹത്തെ എവിടെയൊക്കെയാണോ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അവിടെയൊക്കെയും, അതുപോലെ നാട്ടിലുള്ള പള്ളികളിലുമായിരുന്നു അദ്ദേഹം ആരാധനാ കർമ്മങ്ങൾ നടത്തിയിരുന്നത്. ദിസ് വാസ് ദ ഓൺലി വേ ഹി കുഡ് മേക്ക് എ ലിവിങ്. ദിസ് വാസ് ദ ഓൺലി വേ, ഇത് മാത്രമായിരുന്നു ഏക വഴി. ഹി കുഡ് മേക്ക് എ ലിവിങ്, അദ്ദേഹത്തിന് പണം സമ്പാദിക്കാൻ സാധിക്കുന്ന, അദ്ദേഹത്തിന് ജീവിക്കാനുള്ള വക കണ്ടെത്താനുള്ള ഏക മാർഗം ഇത് മാത്രമായിരുന്നു. ആൽബർട്ട് ഈ പുരോഹിതൻ്റെ പേരാണ്. ഹു വാസ് ക്വയറ്റ് ഫാറ്റ്, അദ്ദേഹം നന്നായി തടിച്ച കൊഴുത്ത വ്യക്തിയായിരുന്നു. ഫാറ്റ് എന്നാൽ തടിച്ച എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം തടിച്ച വ്യക്തിയായിരുന്നു. വാസ് നോൺ ഫോർ ഹിസ് കൈൻഡ്നെസ് ആൻഡ് ഡെഡിക്കേഷൻ ടു ഹിസ് ഡ്യൂട്ടീസ്. വാസ് നോൺ, അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഫോർ ഹിസ് കൈൻഡ്നെസ്, അദ്ദേഹത്തിൻ്റെ ദയാലുത്വം കൊണ്ടും. ആൻഡ് ഡെഡിക്കേഷൻ ടു ഹിസ് ഡ്യൂട്ടീസ്. ഡെഡിക്കേഷൻ എന്നാൽ സമർപ്പണം എന്നുള്ള അർത്ഥമാണ് ഇവിടെ, വിനിയോഗം. അദ്ദേഹത്തിൻ്റെ സമർപ്പണം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ദയാലുത്വം കൊണ്ടും, ഹിസ് ഡ്യൂട്ടീസ്, ഡെഡിക്കേഷൻ ടു ഹിസ് ഡ്യൂട്ടീസ്, അദ്ദേഹത്തിൻ്റെ ജോലികളോടുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ദയാലുത്വം കൊണ്ടും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. വൺ ഡേ, ഒരു ദിവസം, ഹി ഗോട്ട് എ സ്പെഷ്യൽ ജോബ്. സ്പെഷ്യൽ എന്ന പ്രത്യേകമായിട്ടുള്ള, ജോബ് എന്നാൽ ജോലി. ഹി ഗോട്ട്, അദ്ദേഹത്തിന് ലഭിച്ചു, എ സ്പെഷ്യൽ ജോബ്, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജോലി അദ്ദേഹത്തിന് ഒരു ദിവസം ലഭിച്ചു. ഹി വാസ് ആസ്ക്ഡ് ടു പെർഫോം വേർഷിപ്പ് അറ്റ് ദ മാൻഷൻ ഓഫ് ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വില്ലേജ്. ഹി വാസ് ആസ്ക്ഡ്, അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ടു പെർഫോം വേർഷിപ്പ്, ആരാധന നടത്താൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അറ്റ് ദ മാൻഷൻ എന്നാൽ ബംഗ്ലാവ് എന്നുള്ള അർത്ഥമാണ്, വലിയ വീട്. ഒരു വലിയ വീട്ടിൽ ആരാധനാ കർമ്മം നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. മാൻഷൻ ഓഫ് ദ റിച്ചസ്റ്റ് മാൻ, ഒരു ധനികനായിട്ടുള്ള വ്യക്തിയുടെ ബംഗ്ലാവ്, അതാണ് മാൻഷൻ ഓഫ് ദ റിച്ചസ്റ്റ്. അവിടേക്കാണ് ആരാധന നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിച്ചത്. ഇൻ ദ വില്ലേജ്, ഗ്രാമത്തിലുള്ള ധനികനായിട്ടുള്ള ഒരു പുരുഷൻ്റെ വീട്ടിലേക്ക്, വലിയ മാളികയിൽ വച്ച് ആരാധന നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിളിച്ചു. ദ റിച്ച് മാൻ വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ പ്രീസ്റ്റ് സർവീസ്. ദ റിച്ച് മാൻ, ആ ധനികനായിട്ടുള്ള വ്യക്തി, വാസ് വെരി പ്ലീസ്ഡ്, വളരെ സന്തോഷവാനായി, വിത്ത് ദ പ്രീസ്റ്റ് സർവീസ് എന്നാൽ സേവനം, ആ
എന്താണ് പുരോഹിതൻ്റെ സേവനത്തിൽ ആ ധനികനായിട്ടുള്ള പുരുഷൻ വളരെ സന്തോഷവാനായി. ആസ് എ റിവാർഡ് ഹി ഗേവ് ദ പ്രീസ്റ്റ് 2 യങ് ഹെൽത്തി കാവ്സ്. ആസ് എ റിവാർഡ് പ്രതിഫലമായിട്ട് പാരിതോഷികമായി അദ്ദേഹം ആ ധനികനായിട്ടുള്ള വ്യക്തി ഗെയ്വ് നൽകി. ഗിവ് എന്നതിൻ്റെ പാസ്റ്റാണ് ഗെയ്വ്. ഗിവ് എന്നാൽ നൽകുക, അതിൻ്റെ പാസ്റ്റ് ഗെയ്വ് നൽകി. ദ പ്രീസ്റ്റ് ആ പുരോഹിതന് 2 യങ് ഹെൽത്തി കാവ്സ്. കാവ്സ് എന്നാൽ ഇവിടെ കാളക്കുട്ടികൾ എന്നാണ് അർത്ഥം. 2 യങ് ഹെൽത്തി കാവ്സ് ആരോഗ്യവാന്മാരായിട്ടുള്ള 2 കാളക്കുട്ടികളെ എന്താണ് ആ ധനികനായിട്ടുള്ള വ്യക്തി ആ പുരോഹിതന് നൽകി. ദ പ്രീസ്റ്റ് വാസ് വെരി ഹാപ്പി ടു റിസീവ് ദം. ആ പുരോഹിതൻ വളരെ അധികം സന്തോഷവാനായി ആ അവറ്റകളെ ലഭിച്ചതിൽ, ആ കാളക്കുട്ടികളെ ലഭിച്ചതിൽ അദ്ദേഹം വളരെ അധികം സന്തോഷവാനായി. ഹി ടുക്ക് ദ കാവ്സ് ഹോം ആൻഡ് ടൈഡ് ദം അണ്ടർ എ ഷെഡ്. ഹി ടുക്ക് എന്നാൽ ഇവിടെ അദ്ദേഹം കൊണ്ടുപോയി എന്നുള്ള അർത്ഥം. ടുക്ക് എന്നാൽ ഇവിടെ കൊണ്ടുപോയി എന്നുള്ള അർത്ഥം. ദ കാവ്സ് ആ കാളക്കുട്ടികളെ, ഹോം എന്നാൽ ഇവിടെ വീട്ടിലേക്ക് എന്നുള്ള അർത്ഥമാണ്. ഈ ഹോം എന്നതിൻ്റെ തൊട്ട് മുമ്പ് ടു എന്ന് ചേർക്കാറില്ല, ടു ഹോം എന്ന് പറയാറില്ല. ഓക്കെ, ഹി ടുക്ക് ദ കാവ്സ് ഹോം അദ്ദേഹം ആ കാളക്കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആൻഡ് ടൈഡ് ദം എന്നിട്ട് അവറ്റകളെ കെട്ടിയിട്ടു. ടൈഡ് എന്നാൽ കെട്ടിയിട്ടു. ദം അവകളെ ആ കാളക്കുട്ടികളെ അണ്ടർ എ ഷെഡ്. ഷെഡ് എന്നാൽ കുടിൽ, ഒരു കുടിലിന് താഴെയായിട്ട് ആ കാളക്കുട്ടികളെ അദ്ദേഹം കെട്ടിയിട്ടു. ഹി ലവ്ഡ് ദ കാവ്സ് ആൻഡ് ടുക്ക് ഗുഡ് കെയർ ഓഫ് ദം. ഹി ലവ്ഡ് അദ്ദേഹം ഇഷ്ടപ്പെട്ടു. ദം ദ കാവ്സ് ആ കാളക്കുട്ടികളെ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. ആൻഡ് ടുക്ക് ഗുഡ് കെയർ ഓഫ് ദം അവറ്റകളെ നന്നായി പരിചരിച്ചു. ദ പ്രീസ്റ്റ് ഓൾവേസ് ഗേവ് ദം വാട്ടർ ആൻഡ് ഹേ ഓൺ ടൈം. ദ പ്രീസ്റ്റ് ഓൾവേസ് ആ പുരോഹിതൻ എപ്പോഴും ഗേവ് നൽകി ദം അവർക്ക് ആ കാളക്കുട്ടികൾക്ക് വാട്ടർ ആൻഡ് ഹേ ഓൺ ടൈം വെള്ളവും. ഹേ എന്നാൽ ഇവിടെ വൈക്കോൽ എന്നുള്ള അർത്ഥമാണ്. വൈക്കോലും വെള്ളവും എന്താണ് ആ പുരോഹിതൻ എന്താണ് ഓൺ ടൈം എന്നാൽ കൃത്യസമയത്ത് അവറ്റകൾക്ക് നൽകി. വൺ നൈറ്റ് ഒരു ദിവസം രാത്രി എ തീഫ് ഹാപ്പൻ ടു പാസ് ബൈ ദ കോട്ടേജ് ഓഫ് ദ പ്രീസ്റ്റ്. എ തീഫ് ഒരു കള്ളൻ, ഹാപ്പൻ ടു പാസ് എന്താണ് അതിലൂടെ പോകാനിടയായി, ബൈ ദ കോട്ടേജ് ഓഫ് ദ പ്രീസ്റ്റ് ആ പുരോഹിതൻ്റെ കോട്ടേജ് എന്നാൽ കുടിൽ, അതിനെ അടുത്തുകൂടെ എന്താണ് ഒരു ദിവസം ഒരു കള്ളൻ കടന്നു പോകാനിടയായി. വെൻ ഹീ സോ ദ 2 ഹെൽത്തി കാവ്സ് ഹീ തോട്ട്. വെൻ ഹീ സോ അദ്ദേഹം കണ്ടപ്പോൾ, ആ കള്ളൻ കണ്ടപ്പോൾ, വെൻ എന്നാൽ ആ സമയത്ത്, വെൻ ഹീ സോ അദ്ദേഹം കണ്ടപ്പോൾ ദ 2 ഹെൽത്തി കാവ്സ് ആ ആരോഗ്യവാന്മാരായിട്ടുള്ള കാളക്കുട്ടികളെ അദ്ദേഹം കണ്ടു. ആ സമയത്ത് ഹീ തോട്ട് അദ്ദേഹം ചിന്തിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു, ദീസ് കാവ്സ് ആർ വെരി ഹെൽത്തി ഈ കാളക്കുട്ടികൾ വളരെ ആരോഗ്യവാന്മാരാണ്. ഐ ഷുഡ് സ്റ്റീൽ ദം അറ്റ് എനി കോസ്റ്റ്. ഐ ഷുഡ് സ്റ്റീൽ എന്നാൽ മോഷ്ടിക്കുക എന്നാണ് അർത്ഥം. ഐ ഷുഡ് സ്റ്റീൽ ഞാൻ മോഷ്ടിക്കണം ദം അവകളെ ആ കാളക്കുട്ടികളെ അറ്റ് എനി കോസ്റ്റ് എന്നാൽ എന്ത് വില കൊടുത്തും എന്നുള്ള അർത്ഥമാണ്. എന്ത് വില കൊടുത്തും അവറ്റകളെ ഞാൻ മോഷ്ടിക്കണം. വെൻ ഹി എൻറ്റേർഡ് ദ ഷെഡ് അദ്ദേഹം ആ കുടിലിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ, ദർ വാസ് എ വിഫ് ഓഫ് സ്മോക്ക്. ദർ വാസ് ഉണ്ടായിരുന്നു എ വിഫ് ഓഫ് സ്മോക്ക്. വിഫ് എന്നാൽ ഇവിടെ ഗന്ധം എന്നുള്ള അർത്ഥം. സ്മോക്ക് എന്നാൽ പുക, ഒരു പുകയുടെ ഗന്ധം ഉണ്ടായിരുന്നു. ദ നെക്സ്റ്റ് മൊമെൻറ്റ് അടുത്ത നിമിഷം, എൻ അഗ്ലി ലുക്കിംഗ് ഡീമൻ അപ്പിയേർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ തീഫ്. എൻ അഗ്ലി ലുക്കിംഗ് ഡീമൻ എന്നാൽ രാക്ഷസൻ എന്നാണ് അർത്ഥം, പിശാജ്. അഗ്ലി എന്നാൽ വിരൂപിയായിട്ടുള്ള. എൻ അഗ്ലി ലുക്കിംഗ് ഡീമൻ ഒരു ഭയപ്പെടുത്തുന്ന വിരൂപിയായിട്ടുള്ള ഒരു എന്താണ് രാക്ഷസൻ അപ്പിയേർഡ് പ്രത്യക്ഷപ്പെട്ടു. ഇൻ ഫ്രണ്ട് ഓഫ് ദ തീഫ് കള്ളന് മുമ്പിലായിട്ട് ഒരു എന്താണ് പേടിപ്പെടുത്തുന്ന രൂപമുള്ള ഒരു എന്താണ് രാക്ഷസൻ പ്രത്യക്ഷപ്പെട്ടു. ദ തീഫ് ഗോട്ട് ബാഡ്ലി സ്കയേർഡ് ആ കള്ളൻ നന്നായി ഭയപ്പെട്ടു. ദ ഡീമൻ റോർ എന്നാൽ ഗർജിക്കുക എന്നാണ് അർത്ഥം. ദ ഡീമൻ റോർഡ് ആ രാക്ഷസൻ റോർഡ് ഗർജിച്ചു. ഐ ആം വെരി ഹംഗ്രി ഞാൻ നന്നായി വിശന്നിരിക്കുകയാണ്, എനിക്ക് വിശക്കുന്നുണ്ട്. ഐ വിൽ ഈറ്റ് യു ഞാൻ നിന്നെ ആഹരിക്കും, ഞാൻ നിന്നെ ഭക്ഷിക്കും. ഐ വിൽ ഈറ്റ് യു ഞാൻ നിന്നെ ഭക്ഷിക്കും. എന്താണ് ഈ
രാക്ഷസൻ അലറിക്കൊണ്ട് പറഞ്ഞു. ദ തീഫ് ട്രംബിൾഡ് വിത്ത് ഫ്രൈറ്റ്. ഫ്രൈറ്റ് എന്നാൽ ഭയം എന്നാണ് അർത്ഥം. വിഭ്രമം, ഞെടുക്കം. ട്രംബിൾ എന്നാൽ വിറയ്ക്കുക. ദ തീഫ് ട്രംബിൾഡ് വിത്ത് ഫ്രൈറ്റ്. എന്താണ്? ഭയം കൊണ്ട് അവൻ പേടിച്ച് വിറച്ചു. ഹീ സെഡ് ടു ദ ഡീമൻ. അദ്ദേഹം ആ രാക്ഷസനോട് പറഞ്ഞു, പ്ലീസ് ഡോണ്ട് ഈറ്റ് മീ. എന്നെ ആഹരിക്കരുത്, ദയവായി എന്നെ ആഹരിക്കരുത്. ഐ ആം എ പുവർ തീഫ്. ഞാൻ ഒരു പാവം കള്ളനാണ്. യു ക്യാൻ ഈറ്റ് ദ ഫാറ്റ് പ്രീസ്റ്റ്. നിനക്ക് ആഹരിക്കാം ആ തടിച്ചു കൊഴുത്ത തടിയനായിട്ടുള്ള പുരോഹിതനെ, പള്ളിയിലെ അച്ഛനെ നിനക്ക് ഭക്ഷിക്കാം. ഹി ഈസ് വെരി ടേസ്റ്റി ടു. അദ്ദേഹം വളരെ രുചികരവുമാണ്. ലെറ്റ് മീ ടേക്ക് ദ കാഫ്സ് ആൻഡ് ലീവ്. എന്നെ ആ കാളക്കുട്ടികളെ കൊണ്ടുപോകാൻ എന്നെ അനുവദിക്കൂ. എന്നിട്ട് എന്നെ പോകാൻ അനുവദിക്കൂ. ലെറ്റ് മീ ടേക്ക് എന്നാൽ എന്നെ എടുക്കാൻ അനുവദിക്കൂ. ദ കാഫ്സ് ആ കാളക്കുട്ടികളെ ആൻഡ് ലീവ് എന്നിട്ട് എന്നെ വിടൂ. ഓക്കെ സെഡ് ദ ഡീമൻ. എന്താണ്? രാക്ഷസൻ പറഞ്ഞു. ഓക്കെ ബട്ട് പക്ഷേ വെയിറ്റ് ഫോർ മീ. എന്നെ കാത്തിരിക്കൂ. ഫസ്റ്റ് ആദ്യം ഐ വിൽ ഗോ ആൻഡ് ഈറ്റ് ദ പ്രീസ്റ്റ്. ആദ്യം ഞാൻ പോയി ആ പുരോഹിതനെ ആഹരിക്കും. അതർവൈസ് അല്ലാത്ത പക്ഷം ദ കാഫ്സ് മേ വേക്ക് ഹിം അപ്പ്. ഞാൻ ആദ്യം പോയിട്ട് ആ പുരോഹിതനെ ഭക്ഷിക്കും. അതർവൈസ് അല്ലാത്ത പക്ഷം ദ കാഫ്സ് മേ വേക്ക് ഹിം അപ്പ്. വേക്കപ്പ് എന്നാൽ ഇവിടെ ഉണർത്തുക എന്നുള്ള അർത്ഥമാണ്. ഉറക്കമുണർത്തുക. ദ കാഫ്സ് കാളക്കുട്ടികൾ മേ വേക്ക് ഹിം അപ്പ്. അദ്ദേഹത്തെ ഉറക്കമുണർത്തിയേക്കാം. അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിൽ നിന്നും അദ്ദേഹത്തെ അല്ലാത്ത പക്ഷം അവറ്റകൾ ഉണർത്തിയേക്കും. നോ ഇല്ല. പ്ലീസ് ലെറ്റ് മീ ടേക്ക് ദ കാഫ്സ്. ആ കാളക്കുട്ടികളെ എടുക്കാൻ എന്നെ അനുവദിക്കൂ. ഓറൽസ് അല്ലാത്ത പക്ഷം ദ പ്രീസ്റ്റ് മേ വേക്ക് അപ്പ് ആൻഡ് ക്യാച്ച് മീ. ആ കാളക്കുട്ടികൾ ആ കാളക്കുട്ടികൾ അദ്ദേഹത്തെ, ആ പുരോഹിതനെ ഉണർത്തും. അദ്ദേഹം എന്നെ പിടിച്ചേക്കും. സെഡ് ദ തീഫ്. കള്ളൻ പറഞ്ഞു. ഓറൽസ് എന്നാൽ അല്ലാത്ത പക്ഷം. സൂൺ വൈകാതെ എൻ ആർഗ്യുമെൻറ്റ് അറോസ് ബിറ്റ്വീൻ ദ ടു. എൻ ആർഗ്യുമെൻറ്റ് അറോസ്. എറോസ് എന്നാൽ ഇവിടെ അർത്ഥം. എറോസ് എന്നാൽ ഉത്ഭവിക്കുക, ഉയരുക, ഇതൊക്കെയാണ് അർത്ഥം. എൻ ആർഗ്യുമെൻറ്റ് ഒരു തർക്കം. എറോസ് ഉണ്ടായി. ബിറ്റ്വീൻ ദ ടു. ബിറ്റ്വീൻ എന്നാൽ ഇടയിൽ. ദ ടു രണ്ടു പേർക്കും. ആ രണ്ടു പേർക്കും ഇടയിൽ, ആ കള്ളനും ആ രാക്ഷസൻ്റെയും ഇടയിൽ ഒരു തർക്കം ഉണ്ടായി. അറൈസ് എന്നതിന് പാസ്റ്റാണ് എറോസ്. അറൈസ് എന്നാൽ ഉയരുക, ഉണ്ടാകുക. അറോസ് ഉണ്ടായി. ദ ലൗഡ് വോയിസസ് വോക്ക് അപ്പ് ദ പ്രീസ്റ്റ്. ദ ലൗഡ് വോയിസസ് ആ ഉയർന്ന തോതിലുള്ള ശബ്ദങ്ങൾ വോക്കപ്പ് ഉണർത്തി. വോക്കപ്പ് എന്നാൽ ഉണർത്തി. ദ പ്രീസ്റ്റ് ആ പള്ളിയിൽ ആ വികാരിയെ ആ പുരോഹിതനെ ആ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ ഉറക്കമുണർത്തി. അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിൽ നിന്നും അദ്ദേഹത്തെ ഉണർത്തി ആ വലിയ തോതിലുള്ള അവരുടെ ശബ്ദങ്ങൾ. ഹി പീക്ഡ് ഔട്ട് ആൻഡ് സോ എ തീഫ് ആർഗ്യൂയിങ് വിത്ത് എ സ്കാരി ഡീമൻ നിയർ ഹിസ് ഷെഡ്. ഹി പീക്ഡ് ഔട്ട്. പീക്ക് എന്നാൽ എത്തി നോക്കുക, ഒളിഞ്ഞു നോക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഹി പീക്ഡ് ഔട്ട് അദ്ദേഹം പുറത്തേക്ക് ഒളിഞ്ഞു നോക്കി. ആൻഡ് സോ അദ്ദേഹം കണ്ടു എ തീഫ് ഒരു കള്ളനെ കണ്ടു. ആർഗ്യൂയിങ് വിത്ത് എ സ്കാരി ഡീമൻ ഒരു ഭയപ്പെടുത്തുന്ന ഒരു രാക്ഷസനോട് തർക്കിക്കുന്നതായിട്ട് അദ്ദേഹം ഒളിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു. നിയർ ഹിസ് ഷെഡ് അദ്ദേഹത്തിൻ്റെ പന്തലിന്, അദ്ദേഹത്തിൻ്റെ കുടിലിന് അടുത്തായിട്ട് ഒരു പേടിപ്പെടുത്തുന്ന രാക്ഷസൻ കള്ളനോട് തർക്കിക്കുന്നതായിട്ട് അദ്ദേഹം ഒളിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു. ഹി അറ്റ് വൺസ് അണ്ടർസ്റ്റുഡ് വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൻഡ്. ഹി അറ്റ് വൺസ് എന്നാൽ ഉടനെ എന്നുള്ള അർത്ഥം. ഹി അറ്റ് വൺസ് അദ്ദേഹത്തിന് പെട്ടെന്ന് അണ്ടർസ്റ്റുഡ് മനസ്സിലായി. വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൻഡ് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായേക്കുക എന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി. ഹി വിസ്പേർഡ് ടു ഹിംസെൽഫ്. വിസ്പർ എന്നാൽ മന്ത്രിക്കുക, പതുക്കെ പറയുക, ഇതൊക്കെയാണ് അർത്ഥം. ഹി വിസ്പേർഡ് ടു ഹിംസെൽഫ് അദ്ദേഹത്തോട് തന്നെ പതുക്കെ പറഞ്ഞു. ബോത്ത് ദീസ് ബാഡ് ഗൈസ് ആർ എ ഡേഞ്ചർ ടു മീ ആൻഡ് മൈ കാഫ്സ്. ബോത്ത് എന്നാൽ രണ്ടുപേരും. ബോത്ത് ദീസ് ബാഡ് ഗൈസ് ഈ മോശമായിട്ടുള്ള രണ്ട് ആളുകളും അപകടകാരികളാണ് എനിക്കും എൻ്റെ കാളക്കുട്ടികൾക്കും. ഐ നീഡ് ടു ഡു സംതിങ് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്.
ഗോഡ്, ദൈവമേ, പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ സഹായിക്കൂ. ദെൻ ദ പ്രീസ്റ്റ് മസ്റ്റേർഡ് സം കറേജ്. ദെൻ പിന്നീട് ദ പ്രീസ്റ്റ് പുരോഹിതൻ മസ്റ്റേർഡ്. മസ്റ്റർ എന്നാൽ ഇവിടെ ഒന്നിച്ചു കൂട്ടുക, ശക്തി സംഭരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. എന്താണ് അദ്ദേഹം ദ പ്രീസ്റ്റ് മസ്റ്റേർഡ്, ആ പുരോഹിതൻ സംഭരിച്ചു സം കറേജ്. കറേജ് എന്നാൽ ധൈര്യം. അദ്ദേഹം കുറച്ച് ധൈര്യം സംഭരിച്ചു. ഹി ഗ്രാബ്ഡ് എ ബക്കറ്റ് ആൻഡ് സ്പ്ലാഷ്ഡ് വാട്ടർ ഓൺ ദ ഡീമൻ. ഹി ഗ്രാബ്ഡ് അദ്ദേഹം എടുത്തു, എന്താണ് എ ബക്കറ്റ് ഒരു ബക്കറ്റ് അദ്ദേഹം എടുത്തു, ആൻഡ് സ്പ്ലാഷ്ഡ്. സ്പ്ലാഷ് എന്നാൽ ഇവിടെ തളിക്കുക എന്നുള്ള അർത്ഥമാണ്, തെറിപ്പിക്കുക. എന്താണ് അദ്ദേഹം വെള്ളം തെറിപ്പിച്ചു ഓൺ ദ ഡീമൻ, ആ രാക്ഷസന് നേർക്ക് അദ്ദേഹം വെള്ളം തളിച്ചു. ദ ഡീമൻ വാനിഷ്ഡ് ഫ്രം ദർ. വാനിഷ് എന്നാൽ അപ്രത്യക്ഷമാകുക. ദ ഡീമൻ വാനിഷ്ഡ്, ആ രാക്ഷസൻ അപ്രത്യക്ഷനായി. ഫ്രം ദർ ആ രാക്ഷസൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി. ദെൻ ഹി ഗ്രാബ്ഡ് എ സ്റ്റൗട്ട് സ്റ്റിക്ക് ആൻഡ് റാൻ ആഫ്റ്റർ ദ തീഫ്. സ്റ്റൗട്ട് എന്നാൽ തടിച്ച എന്നുള്ള അർത്ഥമാണ്, സ്റ്റിക്ക് എന്നാൽ വടി. ദെൻ പിന്നീട് ഹി ഗ്രാബ്ഡ് അദ്ദേഹം എടുത്തു, എ സ്റ്റൗട്ട് സ്റ്റിക്ക് ഒരു തടിച്ച വടി അദ്ദേഹം എടുത്തു. ആൻഡ് റാൻ ആഫ്റ്റർ ദ തീഫ് എന്നിട്ട് ആ കള്ളന് പിന്നാലെ ഓടി. റാൻ എന്നാൽ ഓടി, ആഫ്റ്റർ ദ തീഫ് കള്ളന് പിന്നാലെ അദ്ദേഹം ഒരു തടിച്ച വടിയും എടുത്ത് ഓടി. ദ തീഫ് റാൻ അവേ ടു സേവ് ഹിസ് ലൈഫ്. ദ തീഫ് കള്ളൻ റാൻ അവേ ദൂരേക്ക് ഓടി, ടു സേവ് ഹിസ് ലൈഫ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ കള്ളൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓടി. ദസ് അങ്ങനെയാണ് ദ പ്രീസ്റ്റ് സേവ്ഡ് ബോത്ത് ഹിസ് ആൻഡ് ഹിസ് കാഫ്സ് ലൈഫ്സ്. ദസ് അങ്ങനെയാണ് ദ പ്രീസ്റ്റ് സേവ്ഡ് ആ പുരോഹിതൻ രക്ഷപ്പെടുത്തിയത്, ബോത്ത് ഹിസ് ആൻഡ് ഹിസ് കാഫ്സ് ലൈഫ്സ് അദ്ദേഹത്തിൻ്റെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ കാളക്കുട്ടികളുടെയും ജീവൻ അങ്ങനെയാണ് അദ്ദേഹം രക്ഷിച്ചത്. മോറൽ ഗുണപാഠം, ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം: ബീയിങ് ഓണസ്റ്റ് ആൻഡ് ബ്രേവ് ഈസ് ബെറ്റർ ദാൻ ബീയിങ് സ്നീക്കി ആൻഡ് അഫ്രൈഡ്. ബീയിങ് ഓണസ്റ്റ് എന്നാൽ സത്യസന്ധതയുള്ള, ബീയിങ് ഓണസ്റ്റ് സത്യസന്ധതയുള്ളവനായിരിക്കൽ, ആൻഡ് ബ്രേവ് ധൈര്യമുള്ളവനുമായിരിക്കലും, ഈസ് ബെറ്റർ ദാൻ ബീയിങ് സ്നീക്കി ആൻഡ് അഫ്രൈഡ്. സ്നീക്കി എന്നാൽ പതുങ്ങി നടക്കുക എന്നുള്ള അർത്ഥമാണ്, കപടമായി നടക്കുക, ഒളിഞ്ഞു മറഞ്ഞു നിൽക്കുക. ബീയിങ് ഓണസ്റ്റ് ആൻഡ് ബ്രേവ് ഈസ് ബെറ്റർ ദാൻ ബീയിങ് സ്നീക്കി ആൻഡ് അഫ്രൈഡ്. സത്യസന്ധനായിരിക്കലും ധൈര്യമുള്ളവനായിരിക്കലും ഭയപ്പെട്ടുകൊണ്ടും ഒളിഞ്ഞു നിൽക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ്. അതിനെക്കാട്ടിലും നല്ല കാര്യമാണ് സത്യസന്ധതയുള്ളവനായിരിക്കലും ധൈര്യമുള്ളവനുമായിരിക്കൽ. ഇവിടെ ഇത് ഓണസ്റ്റ് എന്നാണ് വായിക്കുക, എച്ച് സൈലൻ്റ് ആയിരിക്കും.